I'm Habibi Yum മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് അനുഗ്രഹ കൂൾ പാർക്കിലേക്കാണ്. ഇവിടെ നമ്മൾ ഇന്ന് കോക്കനട്ടിൻ്റെ ഒരു പ്രത്യേക ഷേക്കാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റലിൻ്റെ മുൻവശത്താണ്. ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ കാണുന്നതാണ് അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ. ഇതിൻ്റെ എതിർവശത്തായിട്ടാണ് ഈ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. അനുഗ്രഹ കൂൾ പാർക്കിൻ്റെ ഓണറായിട്ടുള്ള മിസ്റ്റർ ആൻ്റണി തൊട്ടുങ്ങലാണ് നമ്മുടെ കൂടെയുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യൽ മിക്സ് ഉണ്ട്. അത് നിങ്ങളിവിടെ വന്ന് തന്നെ ടേസ്റ്റ് ചെയ്യണം. ഇളനീർ ജ്യൂസാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് ഇപ്പോൾ നിങ്ങൾ കാണാവുന്നതാണ്. പിന്നെ എല്ലാവരും ഇതിൽ വരുന്നവർ മാക്സിമം ഇവിടെ കയറി ഇത് വാങ്ങാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ കഴിച്ചു നോക്കുക, നല്ല ടേസ്റ്റാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള വീഡിയോയിൽ. തുടർന്ന് കാണുക. സംഭവം ഫ്രഷ് കരിക്കെടുത്താണ് ചെയ്യുന്നതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. മാത്രമല്ല നമ്മൾ സാധാരണ കിട്ടുന്ന പോലെയല്ല, ഇവിടെ ലോക്കൽ തെങ്ങാണ്. ഓക്കെ, വരവ് തമിഴ്നാടൻ കരിക്കെടുക്കില്ലേ? അത് കാണുമ്പോൾ ഫ്രഷ്നസ് ഉണ്ട്. മണ്ടരി കിണ്ടരി ഒന്നും ഇല്ലാതെ കരിക്കണം. കരിക്കിൻ്റെ വെള്ളം എടുക്കും. ഓക്കെ ഓക്കെ. കൊള്ളാലോ. കാര്യങ്ങളൊക്കെ ഉള്ള അതിന്റെ പാത്രമുള്ളത് നമ്മൾ ഉപയോഗിക്കാം. അത് കരിക്ക് വരുമ്പോൾ തന്നെ നമ്മളത് മാറ്റി വയ്ക്കും. ഈ ജ്യൂസ് അടിക്കാൻ പറ്റിയ കാമ്പ് മാത്രമല്ല, കട്ടി കൂടി അടിക്കാൻ പറ്റില്ല. നമുക്ക് നല്ല ഫേമസാണ്. ഇപ്പോൾ ഒരു വർഷമായി നമ്മളിത് സ്വന്തമായിട്ട് നമ്മൾ ട്രൈ ചെയ്ത് നമ്മൾ കഴിച്ച് നോക്കിയിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ ഓക്കെ. നല്ല കസ്റ്റമേഴ്സ് ഉണ്ടെന്നോ? ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ്. ഞങ്ങൾക്ക് അടിച്ചു കൊടുക്കാൻ സമയം കിട്ടി. മഴ ഇങ്ങനെയൊക്കെ കൊറോണയൊക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അതുകൊണ്ട് അതിൻ്റെ പുറത്തുള്ളത് അല്ലേ? ഓക്കെ ഓക്കെ. ഒരു വിഷാംശമൊന്നും ഇല്ലല്ലോ ഈ തെങ്ങ്, നമ്മുടെ നാടൻ തെങ്ങിൻ്റെ ആകുമ്പോഴേ. എല്ലായിടത്തും പോയി തെങ്ങുകളൊക്കെ കുറഞ്ഞു തുടങ്ങിയില്ല. പുതിയ ഇപ്പോൾ വെക്കുന്നുണ്ട് വെച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു കുടുംബസ്ഥിരം എടുക്കുന്നത്. അപ്പോൾ ഒരു 10-20 വർഷത്തോളം ആയില്ല ഇവിടെ. അപ്പോൾ നമ്മൾ കരിക്കുന്ന പുറത്തുള്ള ആ ഭാഗങ്ങളൊക്കെ നീക്കം ചെയ്യും. എല്ലാം ക്ലീൻ ചെയ്ത് ഏറ്റവും കൊണ്ടെടുക്കും. ഈ കരിക്കിന് വെള്ളം വെട്ടി ഇതിനകത്ത് എടുക്കുന്നു. ആ വെള്ളം ഫുള്ള് അത് തന്നെ ഉപയോഗിക്കാം. പിന്നെ ആവശ്യത്തിന് അല്പം ഐസ് ക്യൂബ്സ്. ഐസ് വേണ്ടവർക്ക് ഐസ് ക്യൂബാണ് അത് ആവശ്യത്തിന്. ആവശ്യത്തിന് മധുരം. അത് മധുരം വേണ്ടവർക്ക് മധുരം വേണ്ടെങ്കിൽ ഇല്ലാതെ നോർമൽ പ്രിപ്പറേഷനിൽ ആ ഒരു സ്വല്പം വേണം ചേർക്കണം. കാരണം നമ്മൾ ഐസ് സ്വല്പം ചേരുന്നുണ്ടല്ലോ, അപ്പോൾ വെള്ളത്തിന് മധുരം കുറയും. അപ്പോൾ അതുകൊണ്ട് ഒരു അല്പം ആഡ് ചെയ്യുന്നു. ഇതാ ഈ ചേർക്കുന്നതാണ് ഈ കോക്കനട്ട് ഷേക്കിലെ ഫ്ലേവർ. ഇത് എന്താണെന്ന് ഞാനായിട്ട് പറയുന്നില്ല, കാരണം ഇത് ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് സീക്രട്ടാണ്. നിങ്ങൾക്ക് ഇതറിയണമെങ്കിൽ ഇവിടെ നേരിട്ട് തന്നെ വരാവുന്നതാണ്. മിസ്റ്റർ ആൻ്റണി തോട്ടുങ്കലെ നിങ്ങൾക്ക് സമീപിച്ചാൽ അദ്ദേഹം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും ഇതിൻ്റെ പ്രിപ്പറേഷൻ കാര്യങ്ങളെല്ലാം. അതിൻ്റെ ഓക്കെ ഓക്കെ. കുപ്പി വാങ്ങിച്ചിരിക്കുന്നു. ഒരു കുപ്പി വാങ്ങിച്ചു വെച്ചാൽ എല്ലാവർക്കും ഇപ്പോൾ 1 ലിറ്റർ, 1/2 ലിറ്റർ, 1 ലിറ്റർ, അല്ലാതെ 2 ലിറ്റർ ഇവിടുന്ന് കൊണ്ടൊക്കെ വന്ന് ഓർഡർ വിളിച്ച് പറയും. അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക, അവർ ഓർഡർ കൊടുക്കും. അപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ടത് മിക്സിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിന്ന് പാഴ്സൽ വാങ്ങിച്ചിട്ട് പോകാവുന്നതാണ്. ഇതുപോലെ കുപ്പിയിൽ ബോട്ടിൽ എന്താ ഒരു ലിറ്ററിന് 140 രൂപയാണ്. അത് നിങ്ങൾക്ക് എപ്പോൾ ഇത് സ്ഥിതി ചെയ്യണത് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ്. കാണാലല്ലേ, ഫ്രഷ് കരിക്കാണ്.
ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ കഴിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ അനുഭവം നമ്മളായിട്ട് ഷെയർ ചെയ്യുക. നല്ല ടേസ്റ്റാണ്, നിങ്ങൾ വന്ന് കഴിക്കുക. നമ്മൾ തള്ളാറില്ല, നേരിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വന്ന് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശമാണെന്ന് നിങ്ങൾ നേരിട്ട് പറയണം. എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ പറയാണ്, നല്ല സംഭവമാണ്, നിങ്ങൾക്ക് വരാം, ടേസ്റ്റ് ചെയ്യാം. ഫോൺ നമ്പർ അപ്പോൾ സംഭവം നമ്മൾ വാങ്ങി ഒരു ബോട്ടിൽ. ഇത് എത്രയാണ് പറഞ്ഞത്? 140 രൂപയാണ്. അപ്പോൾ നമ്മൾക്ക് അതായത് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണല്ലോ നമ്മൾ വാങ്ങണേ. അപ്പോൾ നമ്മളൊരു ബോട്ടിൽ വാങ്ങി. അപ്പോൾ നിങ്ങൾ വന്ന് ട്രൈ ചെയ്യാം. ഇങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്താണ് ഈ സ്ഥാപനത്തിനോട് ചേർന്ന് തന്നെ അനുഗ്രഹ എന്ന പേരിലുള്ള മറ്റൊരു നഴ്സറി കൂടി കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ സ്ഥാപനമാണ്. എന്നാൽ പിന്നെ ഇവിടെ കയറി ബാക്കിയുള്ള വിശേഷങ്ങൾ കൂടി അറിയാമെന്ന് കരുതി ഞങ്ങളത് ആ നഴ്സറിയിലേക്ക് കയറുകയായി. ഇപ്പോൾ പറഞ്ഞ ഈ അനുഗ്രഹ കൂൾ ബാറിനോട് ചേർന്ന് തന്നെ നിങ്ങൾക്ക് ഒരു നഴ്സറിയും കാണാം. ഇവരുടെ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് പ്ലാവിൻ്റെ തൈ, അതുപോലെ തന്നെ മാവ്, ഇവിടെ പേര, പഴവർഗ്ഗങ്ങൾ, റംബുട്ടാൻ, മാംഗോസ്റ്റീൻ തുടങ്ങിയിട്ടുള്ള എല്ലാ പഴവർഗ്ഗങ്ങളുടെയും തൈകൾ നിങ്ങൾക്ക് ഇവിടെ നേരിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ അതുകൂടി പറഞ്ഞെന്ന് മാത്രം. ഇതിൽ റംബുട്ടാൻ ഉണ്ടായി കിടക്കുന്നുണ്ട്. അതിൻ്റെ സാമ്പിൾ. ഇത് ഏത് വെറൈറ്റി ആണത്? N18 അല്ലേ? നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ക്വാളിറ്റി അല്ലേ? ഇത് ഏത് വിയറ്റ്നാം? ഏത് രാജ്യമാണ്? ഏത് വിനത്തിൽപ്പെട്ട മരമാണത്? ഇത് സാന്തോൾ എന്ന് പറഞ്ഞൊരു പുതിയ സാന്തോൾ. നമ്മളിവിടെ സാധാരണയായിട്ട് കണ്ടിട്ടില്ല. സാന്തോൾ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഫ്രൂട്ടാണ് കാണാൻ പറ്റുന്നത്. ഒരു എന്താ പറയുക, ഒരു പ്രത്യേകതയുണ്ട് ഈ ഫ്രൂട്ടിന്. ഇത് നമ്മൾ നോർമലി ഇവിടെ കണ്ടിട്ടില്ല സംഭവം. ഇതിനെന്താണ് വില? ഇത് 350 ബഡ് തൈയാണ്. ഇതിപ്പോൾ എത്ര സമയം എടുക്കും കായ്ക്കാനായിട്ട് പറയുന്നത്? 3 വർഷം. അതെ, ഇത് വെച്ച് കഴിഞ്ഞാൽ 3 വർഷം നമുക്ക് ഇതിൻ്റെ ഫലം കിട്ടുമെന്നാണ് അവർ പറയുന്നത്. മാംഗോസ്റ്റിൻ്റെ തൈകളാണ് ഈ കാണുന്നത്, ഒരുപാടുണ്ട്. അതുപോലെ പലതരത്തിലുള്ള മാവുകളും നമുക്കിവിടെ കാണാവുന്നതാണ്. റംബുട്ടാൻ്റെ പലതരത്തിലുള്ള തൈകൾ ഇവിടെ ഉണ്ട്. പല സൈസിലുള്ളതുണ്ട്, കായ്ച്ചതുണ്ട്, അതുപോലെ തന്നെ നോർമൽ തൈകളുണ്ട്. പ്ലാവുകൾ, ഇതേ ബഡ് ഒട്ട് തൈകളുണ്ട് ഇവിടെ. ചെത്തി ഇതല്ലേ? ഇത് ആയുർ ജാക്ക് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇതിനെന്താ വില വരുന്നത്? 150. വെറും 150 രൂപയുള്ളൂ. ഒരു ചക്കയുടെ വില പോലും ഇല്ലെന്ന് പറയാം ഇപ്പോഴത്തെ വിലക്ക് അല്ലേ? ഒരു ചക്കയുടെ വില പോലും ഇല്ല. ഇത് വാങ്ങി വെച്ചാൽ ഇത് ഓൾ സീസണാണ്. ഓൾ സീസൺ അല്ലേ? 6 മാസം 1 ഇയർ ആണോ? ഇടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് അങ്ങനെ പർട്ടിക്കുലർ സീസൺ ഇല്ല, അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആലോചിച്ച് നോക്ക്, ഒരു ചക്കയുടെ കാശ് മുടക്കി കിടന്ന ജീവിതകാലം മുഴുവൻ ചക്ക തന്നെ. ഈ ചെറിയ തയ്യമ്മ വരെ മാങ്ങ ഉണ്ടായി കിടക്കണുണ്ടോ? അതാണോ ഈ മാവ്? നല്ല കൂടിയായിരുന്നു സംഭവം. ഇത് തായ്ലാൻഡിൻ്റെ. അങ്ങനെ അനുഗ്രഹ കൂൾ ബാർ ആൻഡ് നഴ്സറിയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരും വരെ മാസ്സലാമ.